കഥയിലേക്ക് അധികം കടക്കുന്നില്ല. മസ്റ്റ് വാച്ച് മൂവിയാണ്. കന്നഡ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെ കിടന്നതാണ്, ആരും അറിയപ്പെടാത്തൊരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് കിടന്നതാണ്. KGF ശേഷവും കാന്താരക്ക് ശേഷം അതിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാല് അത്രക്ക് ഹൈപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത മൂവിയാണ്. നിങ്ങൾ എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഋഷഭ് ഷെട്ടി, നമുക്ക് ഒന്നും കൂടി ഋഷഭ് ഷെട്ടിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആള് എന്റെ പൊന്നോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഹാഫ് ആണോ, ഋഷഭ് ഷെട്ടിയുടെ അഭിനയം കുറച്ചുകൂടി സെക്കൻഡ് ഇതില് അടിപൊളിയായിട്ട്. ആള് എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കഴിവുകൾ ദൈവം കൊടുക്കുമെന്ന് നമുക്ക് തോന്നിപ്പോ. എന്തൊക്കെയാ ഡയറക്ഷൻ, റിട്ടേൺ, ആക്ടിങ്, സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ നമുക്ക്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ നമുക്ക് വാവ്. ഞാൻ സാധാരണ സ്റ്റണ്ട് സീക്വൻസ് കാണാത്ത ഒരാളാണ്. എനിക്ക് സ്റ്റണ്ട് സീക്വൻസ് വരുന്ന സമയത്ത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു. ആളുടെ ഒരു എന്താ പറയാ, ആ സ്റ്റണ്ടിലേക്ക് എനർജി, എന്റെ പൊന്നെ അടിപൊളി. ഋഷഭ് ഷെട്ടിക്ക് നമുക്കൊരു എന്താ പറയാ, ക്ലാപ്പ് കൊടുക്കാന്നല്ല, അത്രക്കും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ കുറച്ച് സമയം ഉണ്ടാവും ഋഷഭ് ഷെട്ടി ഉണ്ടാവും. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ, ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ചാപ്റ്റർ 2 വേണ്ടിയിട്ട് നമ്മള് വെയിറ്റ് ചെയ്യാണ്. ബൈ ഗായ്സ്, എല്ലാരും കാണാൻ തിയേറ്ററിൽ പോയി കാണാം കേട്ടോ.